ഹായ് ഫ്രണ്ട്സ്, ജിഷാണേ. നമ്മൾ ഒട്ടുമിക്ക ആളുകളും കേരളത്തിന് പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന ആളുകളല്ലേ. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളെല്ലാവരും സെർച്ച് ചെയ്യുന്ന ഒരേ ഒരു കാര്യം നല്ലൊരു ഫുഡ് സ്പോട്ടുകളാണ്. ഇനിയിപ്പോ ബാംഗ്ലൂരിലാണ് പോകണമെങ്കിൽ ഫുഡിന്റെ കാര്യത്തിലും ഹൈജീന്റെ കാര്യത്തിലും ഒരു നെഗറ്റീവും പറയാനില്ലാത്ത സ്പോട്ടിലേക്കാണ് ഞാൻ പോയത്. പോയ സമയത്ത് അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ, അധികം മലയാളികളായിരുന്നു. ഇനിയിപ്പോ നാട്ടിലത്തെ ഭക്ഷണം മിസ് ചെയ്യുമോ എന്നുള്ള പേടി വേണ്ട, നല്ല മന്തി തന്നെ കിട്ടും. കൂടെയുള്ള ജിമ്മനായത് ഓനക്ക് ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന് നിർബന്ധം. പിന്നെ ഞാനും നോക്കിയില്ല, ഓനക്കൊന്നും ഇങ്ങോട്ട് വിട്ടുകൊടുത്തു. മെനുവില് മട്ടനും ബീഫൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചിക്കൻ മന്തി അങ്ങോട്ട് വാങ്ങി. മന്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ നമ്മളെ നാട്ടിൽ അതേ ടേസ്റ്റ് കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെ. ഇവര് സർവ് ചെയ്യുന്ന രീതി അടിപൊളിയാണ്. സർവേയിലാണെങ്കിലോ അധികം ലേഡീസും. നമ്മൾ കഴിക്കാൻ നിന്നൊരു മജ്ലിസ് സെറ്റപ്പിലാണ്. സ്ട്രീറ്റ് ഫുഡ് വൈബ് ആണെങ്കിലും ഇവിടെ വന്ന് കഴിച്ചാലും നമുക്ക് നാട്ടിൽ അതേ ടേസ്റ്റ് കഴിക്കും ചെയ്യാം, നല്ല ഹൈജീൻ ഉണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും മന്തി കഴിക്കാൻ വേണ്ടി ജീവിക്കാൻ നിങ്ങളെ ഫ്രണ്ടിന് ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യും. ഇനിയിപ്പോ റൈസിന്റെ കാര്യം പറയുകയാണെങ്കിലോ അൺലിമിറ്റഡ് റൈസും ആണ്. പിന്നെ ആ റൈസിന്റെ കൂടെ മയോണൈസും ചട്ടിനിയും കൂട്ടി അടിച്ച വേറൊരു ലെവല്. മൊത്തത്തിൽ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണ്. അറേബ്യൻ സെറ്റപ്പിലാണെച്ചാൽ മജ്ലിസും അവൈലബിൾ ആണ്. ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോയി അടിച്ച് പൊളിയായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്പോട്ട് തന്നെ ആട്ടോ. ഇവിടുത്തെ ഇന്റീരിയർ ആണെങ്കിലും ആംബിയൻസ് ആണെങ്കിലും അടിപൊളിയാണ്. ഇത് എവിടാന്നല്ലേ, നമ്മുടെ കോഴിക്കോടുള്ള നെഹദിയുടെ ബാംഗ്ലൂർ അപ്ഡേറ്റ് ആണ്. ഇനിയിപ്പോ നിങ്ങൾ ബാംഗ്ലൂർ പോകാൻ വെച്ചാൽ മസ്റ്റ് ആയിട്ടും പോയി കഴിക്കേണ്ട സ്പോട്ട് തന്നെ ആട്ടോ നെഹദി. ഇനി ഇവിടുത്തെ എക്സ്റ്റീരിയർ ലുക്ക് ആണെങ്കിലും അടിപൊളിയാണ്. നമ്മൾ കഴിക്കാൻ പോകുമ്പോഴും വെയിറ്റിംഗ് ആണ്, കഴിച്ചു വരുമ്പോഴോ അതിലേറെ വെയിറ്റിംഗ് ആണ്. എന്താലേ. ഇതിന് ലൊക്കേഷൻ വരുന്നത് ബാംഗ്ലൂർ മടിവാര പോലീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റുള്ള നെഹദി മന്തിയാണ്. അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണും വരെ ബൈ.